ഗുഡ് മോർണിംഗ്. ജാമ എക്സാമിന് വേണ്ടി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത് കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് എന്നിവയായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ചാർജാണ്. ഇനി നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും. നമുക്ക് ഇവിടെ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിഗറിൽ ഇവിടെ ഒരു +1 നാനോ കുളം, ഒരു -1 നാനോ കുളം സെൻസർ, അത് ഡയറക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചാർജിനെ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നു. ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു ചാർജിനെ എടുത്തിട്ട് ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്തു. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഞാനിവിടെ പ്ലേസ് ചെയ്തത് 1 നാനോ കുളമാണ്. ഇനി ആ സമയത്ത് തന്നെ ഇവിടേക്ക് നോക്കുക, ഈ ഭാഗത്ത് ഇതിൻ്റെ കളർ ഫെയ്ഡ് ചെയ്തതായിട്ട് കാണിക്കുന്നത്, അതായത് ഇവിടേക്ക് ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെത് കുറവാണ്. ഇനി ഞാൻ അടുത്തൊരു ചാർജ് അതേ പൊസിഷനിൽ തന്നെ ഞാൻ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, അതായത് അതേ പൊസിഷനിൽ ചാർജിൻ്റെ എണ്ണം കൂട്ടുന്നു. ഇപ്പോൾ 2 നാനോ കുളമാണ് റിലീസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങി. ഒന്നുകൂടെ പ്ലേസ് ചെയ്യുന്നു. നമുക്കറിയാം ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഇവിടെ നോക്കുക, പ്ലസിൽ നിന്ന് ഔട്ട്വേർഡായിട്ടാണ്. ഇനി നെഗറ്റീവ് ചാർജാണ്. ഒരു നെഗറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യുന്നു. 1 പ്ലേസ് ചെയ്തു, എണ്ണം വീണ്ടും കൂട്ടുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ തന്നെ ഈ സെൻസർ ഉപയോഗിക്കുന്നത് നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട്, എത്രയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുണ്ടാവുന്ന അതിൻ്റെ അടുത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. ഡയറക്ഷനാണ് ഇപ്പോൾ ഇവിടെ, ഡയറക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിൽ എവിടെയാണോ നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏത് പൊസിഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും അറിയാം. ഓരോ പോയിന്റിൽ എൻഡിലേക്ക് പോകും തോറും അതിൻ്റെ ലെങ്ത് കുറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 2 ചാർജസിനെ കൊണ്ടുവരികയാണ്. ഒരു ചാർജിനെ, പോസിറ്റീവ് ചാർജിനെ ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ഒരു നെഗറ്റീവ് ചാർജിനെ ഈ പോയിന്റിലും പ്ലേസ് ചെയ്തു. ആദ്യം പോസിറ്റീവ് ചാർജ് മാത്രമായിരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈ രൂപത്തിലാണ് കാണുന്നത്. ഇനി നെഗറ്റീവ് ചാർജിനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത്
അപ്പോൾ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു, -1 നാനോ കുളമാണ് പ്ലേസ് ചെയ്യുന്നത്. ആ സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ പോയിന്റിൽ ഈ ഡയറക്ഷനിലാണ്, ഈ പോയിന്റിൽ ഇതാണ് ഡയറക്ഷൻ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്ക് പോകുന്തോറും മാഗ്നിറ്റ്യൂഡിലുള്ള വാരിയേഷൻ, ഇവിടെ ഉണ്ടാവുന്ന ഡയറക്ഷൻ. ഓക്കെ, ഇനി ഞാൻ പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം, അതേപോലെ ഈ എവിടെയാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജുമാണ്. നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവും പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലുമാണ്. ആ സമയത്തുണ്ടായിട്ടുള്ള ഫീൽഡ് ഈ രൂപത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ പറയാം, അതായത് ഇവ തമ്മിലുണ്ടാവുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ഭാഗത്തും അവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെ ഓരോ ഭാഗത്തും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അതിനനുസരിച്ചാണ് അവിടെ ആ ലൈന് കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെയുള്ള ആരോ കാണിച്ചിട്ടുള്ളത് ഈ റെഡ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ അവിടുത്തെ എഫക്റ്റീവായിട്ടുണ്ടാവുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലുണ്ടാവുന്ന ഈ ഡോട്ട്സിനെ നമ്മൾ, ഇവിടെ കാണുന്ന ആ ആരോ ഉള്ള ഡോട്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഫീൽഡ് ലൈൻ. ഇനി ആ ഫീൽഡ് ലൈൻ തന്നെ ഇപ്പം നമ്മൾ ഒരു കേസ് നമ്മൾ കണ്ടു, പോസിറ്റീവ് ചാർജ് എണ്ണം കൂട്ടി, പോസിറ്റീവ് ചാർജിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി, ആ സമയത്തുള്ള വാരിയേഷൻ കണ്ടു. ഇനി അത് ഇതേപോലെ പോസിറ്റീവ് ചാർജിന് പകരം നെഗറ്റീവ് ചാർജിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ ഫിഗർ 1 കാണിക്കുന്നത് പോസിറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ, 2 കാണിക്കുന്നത് നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ, ഇത് കാണിക്കുന്നത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ റിപ്പൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 2 പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ്. നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടെ പ്ലേസ് ചെയ്തു, അടുത്തൊരു പോസിറ്റീവ് ചാർജിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടാകുന്ന ഫീൽഡ് നോക്കുക. ഓക്കെ, അതിൻ്റെ വാരിയേഷൻ നോക്കുക. ഓക്കെ,
ഇനി ഇതിന് പകരം 2 നെഗറ്റീവ് ചാർജാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ആ റിപ്പൽഷനാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി രണ്ട് പോസിറ്റീവ് ചാർജ് തന്നെ ഒന്നിൽ മാഗ്നിറ്റ്യൂഡ് കുറവും ഒന്നിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതലുമാണെങ്കിൽ, അതേപോലെ 2 നെഗറ്റീവ് ചാർജ് ഒന്നിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതലും, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജിൻ്റെയാണുള്ളത്, റൈറ്റ് സൈഡിൽ ഉള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഫീൽഡിൽ സംഭവിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 2 പോസിറ്റീവ് ചാർജ്, അതിൽ ലെഫ്റ്റിലെ പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എമൗണ്ട്, ഇവിടെ ലെഫ്റ്റിലെ എമൗണ്ട് കുറവും റൈറ്റിൽ എമൗണ്ട് കൂടുതലുമാണ്. നെഗറ്റീവ് ചാർജിൻ്റെ കേസിലും അതേപോലെ തന്നെ റൈറ്റിൽ ചാർജസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ, അത് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, ലെഫ്റ്റിൽ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. ഇനി ഇതേ കേസ് പോസിറ്റീവും നെഗറ്റീവും ആവുന്ന സമയത്തുള്ള അതിൻ്റെ ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫീൽഡ് ലൈൻസ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമുക്ക് പറയാം, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് ഫീൽഡ് ലൈൻസ് ആയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഫീൽഡിൻ്റെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഫിഗറുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഐഡൻറ്റിറ്റീസ്, അതായത് ഇതിൽ സെൻറ്റർ ആവുന്ന സമയത്ത് സെൻറ്ററിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫീൽഡ് ലൈൻസ് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ആ സമയത്ത് ഡെൻസിറ്റി കൂടും. അപ്പോൾ ആ സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എമൗണ്ട് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. ഇനി ഫീൽഡ് ലൈൻസ് വളരെ ഗ്യാപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാർ അപ്പാർട്ടാണെങ്കിൽ അവിടെ ഫീൽഡ് കുറവായിരിക്കും. ഇനി ഫീൽഡ് ലൈൻ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നു. ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരിക്കലും അതൊരു പോയിന്റിൽ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് മിഡ് എയറിൽ, അതായത് ഒരു പെട്ടെന്നത് ടെർമിനേറ്റ് ചെയ്യില്ല. പക്ഷേ എന്ത് സംഭവിക്കാം? ടെർമിനേറ്റ് ചെയ്യാതെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ടെർമിനേറ്റ് ചെയ്യില്ല, പക്ഷേ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കാണിക്കുന്നില്ല എന്നുള്ള ഫിഗർ അവർ കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഫീൽഡ് ലൈന് ഈ രൂപത്തിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് വരും.
ഇനി അടുത്തത് അവ ക്രോസ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഫ്ലെക്സ് എന്ന ഒരു ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുന്നത്. ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സിംപ്ലി ദി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തടുത്ത് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും, എണ്ണം ഇൻക്രീസ് ചെയ്യും, നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു എമൗണ്ട് തന്നെയാണ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻ സം പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് ഇലക്ട്രിക് ഫ്ലെക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒരു ഏരിയ എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഏരിയ എലമെന്റ് നമ്മൾ ഫിഗറിൽ താഴെ ഫിഗറിൽ കാണിച്ചിരുന്ന പോലെ ഒരു ഏരിയ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏരിയ എലമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, ആ ഏരിയക്ക് നോർമൽ ആയിട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഈ ഏരിയക്ക് നോർമൽ ആയിട്ടാണ് അതിന്റെ ഡയറക്ഷൻ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് ഏരിയ. അപ്പൊ ഇവിടെ ഏരിയ ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലല്ല കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ, നമ്മൾ ഏരിയനെ ഈ രൂപത്തിൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ നോർമൽ ആയിരിക്കും. അതായത് ആ സമയത്ത് ഡി എന്നുള്ള ക്വാണ്ടിറ്റി, ഇപ്പം ഇതിന് ഈ ഏരിയനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയുടെ ഡയറക്ഷൻ, ഡിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനായിരിക്കും. ആ സമയത്ത് ഇവ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോഴാണ് മാക്സിമം എന്ത് പാസ് ചെയ്യുക, ഫീൽഡ് ലൈൻസ് അതിലൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ആ ഒരു മാക്സിമം നമ്പർ പാസ് ചെയ്യുന്നത് അത് പെർപെൻഡിക്കുലർ ആവുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഡോട്ട് ഡി എ അല്ലെങ്കിൽ കോസ് തീറ്റ എപ്പോഴാണ് 1 ആവുന്നത്, തീറ്റ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. അപ്പോൾ ഇ ഡോട്ട് ഡി എ must be proportional to the number of lines passing through an infinitesimal area. ആ ഏരിയ എടുക്കുന്നത് ഇക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്കറിയാം നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈ ഓഫ് ഇ ഇലക്ട്രിക് ഫ്ലെക്സ്, ഫൈ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി, അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എസ്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലെക്സ് ആയിട്ട് പറയുന്നത്.
അപ്പോൾ ഈ രണ്ട് കാര്യം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്തിന് പ്രൊപ്പോർഷണലാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിന് പ്രൊപ്പോർഷണലാണ്. ഇനി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലെക്സ് ആണ്. ദെൻ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഗോസസ് ലോന്റെ എസെൻസ്. അതായത് ദ ഫ്ലെക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ ചാർജ് ഇൻസൈഡ്. അതൊരു ചാർജ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് വരും. ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഉണ്ടാവും. ചാർജ് ഉണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ചാർജ് ഇല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല എങ്കിൽ അതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേമിൽ, ഈ ഫ്ലെക്സിൻ്റെ ടേമിലാണ് നമ്മൾ ഗോസസ് ലോനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഗോസസ് ലോന്റെ ഒരു എസെൻസ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ദ ഫ്ലെക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ ചാർജ് ഇൻസൈഡ്. അത് ഫ്ലെക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടോട്ടൽ ചാർജിന്. അതിൻ്റെ ഒരു മെഷറാണ്. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ഇനി അതെന്താന്നുള്ളത് നമ്മൾ ഗോസസ് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ, അതായത് ഒറിജിനിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്തു? ഒരു ക്യൂ എന്നുള്ള പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്തു. ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഒരു ക്യൂ എന്നുള്ള പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ഇ എന്തായിരിക്കും? കാരണം നമുക്കറിയാം ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എമേർജ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം അതിൽ സർഫസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് സർഫസ് എടുക്കുകയാണെങ്കിലും അവിടെ സ്ഫിയറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈ ഓഫ് ഈസ് ഈക്വൽ ടു ടോട്ടലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സർഫസ് ക്ലോസ്ഡ് സർഫസ് ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി. ഓക്കെ, ഇനി ആ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇ എന്തായിരിക്കും? കാരണം ഒരു ചാർജിൽ നിന്ന്, ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഫീൽഡ് നമ്മൾ മുമ്പത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരിക്കും? 1/4πε0 q/r² r ക്യാപ്. അവിടെ ആർ എന്നുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കും? സ്ഫിയറിൻ്റെ റേഡിയസ് ആയിരിക്കും. ആർ ക്യാപ് എന്നുള്ളത് ആ ഡയറക്ഷൻ ആയിരിക്കും. ഇനി ആ ഡി എന്നുള്ള ക്വാണ്ടിറ്റി, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എലമെൻ്റ് ആണ്. മാത്തമാറ്റിക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഏരിയ എലമെൻ്റ് ആണ്. അത് ഡി എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. r² sin തീറ്റ d തീറ്റ d∅ r ക്യാപ്. അതായത് ഇവിടുത്തെ ഇൻ്റഗ്രലിൽ എത്ര ഇൻ്റഗ്രൽ ഉണ്ട്? ഡബിൾ ഇൻ്റഗ്രൽ ഉണ്ട്. ഒന്ന് തീറ്റയിലും ചെയ്യണം, ഒന്ന് ഫൈയിലും ചെയ്യണം. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഫൈ വാരി ചെയ്യുന്നത് 0 to 2π ആണ്. ഫൈ വാരി ചെയ്യുന്നത് 0 to 2π ആണ്. തീറ്റ വാരി ചെയ്യുന്നത് 0 to π ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈയുടെ ടേം അവിടെ ഇല്ല. അതുകൊണ്ട് ഇൻ്റഗ്രൽ രണ്ട് ഇൻ്റഗ്രലായിട്ടാണ് ചെയ്യുക, ഡബിൾ ഇൻ്റഗ്രലിൽ. അപ്പോൾ അവിടെ d∅ എന്നുള്ള ക്വാണ്ടിറ്റി ഇൻ്റഗ്രൽ d∅ ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് കിട്ടും? 5 കിട്ടും. 0 to 2π ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2π കിട്ടും. ഇനി അതേപോലെ തന്നെ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റീനെ 0 to πയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ അവിടെ ഒരു 2π ആദ്യം കിട്ടി, ഇപ്പോൾ ഒരു 2 കിട്ടി, ദെൻ 4π. ആ 4πയും ഇവിടെ 1/4π എപ്സിലോൺ സീറോയിലെ 4πയും തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇവിടെയുള്ള r² ഇവിടെയുള്ള r² ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു r ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു r ക്യാപ്പ് ഉണ്ട്. r ക്യാപ്പ് ഡോട്ട് r ക്യാപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ε0 q മാത്രമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡി എന്നുള്ള എലമെന്റ് r² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ r ക്യാപ്പ് എന്നുള്ള ക്വാണ്ടിറ്റി r² ഓൾറെഡി ആദ്യം ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ കിട്ടുന്ന ഡി ഫൈയിലെ ഇൻ്റഗ്രേഷൻ നടത്തുന്ന സമയത്ത് ഒരു 2πയും സൈൻ തീറ്റ ഡി തീറ്റേനെ ഇൻ്റഗ്രേഷൻ നടത്തുന്ന സമയത്ത് ഒരു 2 കിട്ടും. ടോട്ടൽ 4π. ആ 4π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/ε ആയിട്ട് കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നു φ എന്നുള്ളത് ചാർജിൻ്റെ മെഷറാണ്. അപ്പോൾ φ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് q ആണ്. The flux through any surface enclosing the charge is q divided by ε0. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് ഒരു പോയിന്റ് ചാർജ് മാത്രമാണ്. ഇനി ഒരു പോയിന്റ് ചാർജ് അല്ല, എ ബഞ്ച് ഓഫ് ചാർജസ്, കുറേ ചാർജസ് ഉണ്ട്, അത് എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് എന്ത് മാത്രമേ വരുള്ളൂ? ഇവിടെ ഒരു സമ്മേഷനും കൂടെ കയറി വരും. അപ്പോൾ സമ്മേഷൻ i ഈക്വൽ ടു 1 to n. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ei ഡോട്ട് ഡി എന്നുള്ള ക്വാണ്ടിറ്റി എന്ത് തന്നെയായിരിക്കും? 1/ε0 qi ആയിരിക്കും. കാരണം eiക്ക് കറസ്പോണ്ടിങ് ആയിട്ട് qi. ഇനി 1/ε0നെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ സമ്മേഷൻ i is equal to 1 to n qi എന്നുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 q എൻക്ലോസ്ഡ്. ഇതാണ് ജനറലി നമ്മൾ ജനറൽ ഫോം ഓഫ് ഗോസസ് ലോ. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഗോസസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോം. ഗോസസ് ലോ സിംപ്ലി ദ ഫ്ലെക്സ് ത്രൂ എനി സർഫസ് എൻക്ലോസിങ് ദ ചാർജ് ഈസ് q/ε0. പോയിന്റ് ചാർജ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്. ഇനി അത് കുറേ ചാർജസ് ഉണ്ടെങ്കിൽ ജനറലൈസേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ഫ്ലെക്സ് ത്രൂ എനി സർഫസ് എൻക്ലോസിങ് ചാർജസ് ഈസ് 1/ε0 ടൈംസ് ദി ചാർജ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ് ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ഈ കിട്ടിയിട്ടുള്ളത് ഇൻ്റഗ്രൽ ഫോമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇക്വേഷനിൽ ഗോസ് ഡൈവേർജൻസ് തിയറം മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിവിടെ ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം അതിനെന്താ ചെയ്യുന്നത്? ഡെൽ ഡോട്ട് ഇവിടെ ഉള്ള വെക്ടർ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യണം?
എന്താ ചെയ്യുന്നത്? ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡെൽ. അതതിൻ്റെ ഡൈവേർജൻസ്. ഇയുടെ ഡൈവേർജൻസ് എടുക്കുകയാണ്. ദെൻ ഇ ഡോട്ട് ഡി എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി ടോ. അവിടെ ഡി ടോ എന്താ കാണിക്കുന്നത്? ഡി ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇൻ്റഗ്രലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മളുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. അതായത് നമുക്കിവിടെ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടുന്ന് ഗോസസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇനി ക്യൂ എൻക്ലോസ്ഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ക്യൂ എൻക്ലോസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ചാർജിന് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ വോളിയത്തിലാണെങ്കിൽ ഇൻ്റഗ്രൽ റോ ഡി ടോ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റി, അതായത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു എന്താണ്? 1/ε0 ക്യൂ എൻക്ലോസ്ഡ് ആണ്. ക്യൂ എൻക്ലോസ്ഡ് എന്താണ്? ഇൻ്റഗ്രൽ റോ ഡി ടോ ആണ്. അപ്പോൾ ആ കമ്പാരിസൺ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി ടോ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? 1/ε0 ക്യൂ എൻക്ലോസ്ഡിന് പകരം ഇൻ്റഗ്രൽ റോ ഡി ടോ. അപ്പോൾ ഇൻ്റഗ്രൽ 1/ε0 ഇൻ്റഗ്രൽ റോ ഡി ടോ. 1/ε0നെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. കാരണം ഇവിടെ രണ്ടും എന്താണ്? വോളിയം ഇൻ്റഗ്രൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും? സെയിം ആവണം അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽ ഡോട്ട് ഇ എന്തായിരിക്കും? ഡെൽ ഡോട്ട് ഇ മസ്റ്റ് ബി ഈക്വൽ ടു റോ ബൈ ε0. ഡെൽ ഡോട്ട് ഇ മസ്റ്റ് ബി ഈക്വൽ ടു റോ ബൈ ε0 ആയിരിക്കും. എന്താണ്? ഗോസസ് ലോന്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ ഗോസസ് ലോന്റെ ഇൻ്റഗ്രൽ ഫോമും ഗോസസ് ലോന്റെ ഡിഫറൻഷ്യൽ ഫോമും. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, അതിനു മുമ്പ് ഈയുടെ ഡൈവേർജൻസ് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കൂളംസ് ലോയിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അതായത് ഈ ഡിഫറൻഷ്യൽ ഫോം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം ഫ്രം കൂളംസ് ലോ. നമുക്കറിയാം ഇ ഓഫ് ആർ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 ഇൻ്റഗ്രൽ വി റോ ഡി ടോ ബൈ ആർ സ്ക്വയർ. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽ ഡോട്ട് എടുക്കുകയാണ്. അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനെ ഡെൽ ഡോട്ട് ചെയ്യാണ്. ഡെൽ ഡോട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 1/4πε0 ഡെൽ ഡോട്ട് ഇൻ്റഗ്രൽ റോ ആർ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ് ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റി എഴുതും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രലിനെ ഡെല്ലിന് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം അതിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി ഫ്രം ദി മാത്തമാറ്റിക്സ് ഡെൽ ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈസ് 4π del cube of r, where it is from Dirac delta. ഡെൽറ്റ എന്നുള്ള ക്വാണ്ടിറ്റി ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വരുന്ന ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ മാത്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഗ്രിഫിത്തിൻ്റെ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി
ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ. ആ ആറ് എന്തിന് ഈക്വലാണ്? ആർ മൈനസ് ആർ ക്യാപ്പിന്, സോറി, ആർ മൈനസ് ആർ ഡാഷിന് ഈക്വലാണ് ഇതിൻ്റെ മുമ്പത്തെ ഭാഗത്തിൽ. അതായത് ഇത് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക് ഫീൽഡിനെ എന്തിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ ഫോർമാറ്റിൽ എഴുതുന്ന ആ എക്സ്പ്രഷനിൽ നമുക്ക് വന്നിട്ടുള്ളതാണ് ആ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇനി ഇവിടെയുള്ള ഐഡന്റിറ്റി, അതായത് ഇപ്പം ഇവിടെ കാണിക്കുന്ന ഇൻ്റഗ്രൽ 4 പൈ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ് റോ ഓഫ് ആർ ഡാഷ് ഡിറ്റോ ഡാഷ്. ഈ ക്വാണ്ടിറ്റി ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു, അതായത് ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ടേം, അതായത് 4 പൈ ഒഴികെയുള്ള ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും? റോ ഓഫ് ആർ ആയിരിക്കും. അതിങ്ങനെയാണ് പറയുക, എഫ് ഓഫ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ഡാഷ് ഡി ആർ ഡാഷ് എന്നുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ആവുന്ന സമയത്ത് എഫ് ഓഫ് ആറും എഫ് ഓഫ് ആർ ഡാഷും സെയിം ആയിരിക്കും. അത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇൻ്റഗ്രലിൽ 4 പൈ ഒഴികെയുള്ള ക്വാണ്ടിറ്റി, 4 പൈ ഓൾറെഡി ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള ഈ ടേമിൽ ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ആവുന്ന സമയത്ത് ഈ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? റോ ഓഫ് ആർ ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു 1/ε0 റോ ഓഫ് ആർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ. ഗോസസ് ലോ എപ്പോഴും വാലിഡ് ആണ്, പക്ഷെ എപ്പോഴും യൂസ്ഫുൾ അല്ല. ഇങ്ങനെ പറയാനുള്ള കാരണം, ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിന് ഒരു സിമ്മെട്രി വേണം. അതായത് നമ്മൾ എടുക്കുന്ന എന്താണോ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സിമ്മെട്രി വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ത് തന്നെയാണ്? ഗോസസ് ലോ ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സിമ്മെട്രി പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് മെഷർ ചെയ്യാൻ, ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഗോസസ് ലോ ആണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ചാർജ്ഡ് സോളിഡ് സ്ഫിയറിൻ്റെ ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്, നമ്മളൊരു ഗോസിയൻ സർഫസ് വരയ്ക്കുക. ആ സ്ഫിയറിന് പുറത്തായിട്ട്
കോൺസെൻട്രിക് ആയിട്ട് ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുന്നു. നമ്മളുടെ ഉദ്ദേശം ഇത്രയാണ്. ആ സ്ഫിയറിന് ഒരു ചാർജ് ഉണ്ട്, ക്യൂ ആണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. ആ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫസ്. അത് നമ്മളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അപ്പോൾ എവിടെയാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുന്നത് അതിന്റെ തൊട്ട് ആ പോയിന്റിന് അബൌട്ടായിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഗോസിയൻ സർഫസ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗോസിയൻ സർഫസ് ഇവിടെ വരച്ചു. ഇനി നമ്മളുടെ തിയറം നമുക്കറിയാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. രണ്ട് ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ ചെയ്യേണ്ട രണ്ട് ഭാഗവും സെപ്പറേറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിൽ നിന്ന് ഇയുടെ എക്സ്പ്രഷൻ, ഈനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റീനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്നുള്ള ക്വാണ്ടിറ്റി നമുക്കറിയാം. ഇ ഡോട്ട് ഡി എ ഇവിടെ ഇ ഡി എക്ക് ഈക്വൽ ആയിരിക്കും. കാരണം സ്ഫിയറിന്റെ സർഫസ്, അതായത് സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഉണ്ടാക്കുന്ന സർഫസിന് എപ്പോഴും ഇതെന്തായിരിക്കും, നോർമൽ ആയിരിക്കും. രണ്ടും നോർമൽ ആവുന്നത് കൊണ്ട് ഇ ഡോട്ട് ഡി എ മസ്റ്റ് ബി ഈക്വൽ ടു ഇ ഡി എ, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഇപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഇ ഡി എ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ആ ഇ എന്നുള്ള ക്വാണ്ടിറ്റീനെ ഔട്ട്സൈഡിലേക്ക് നിർത്തി ഇൻ്റഗ്രൽ ഡി എ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇൻറ്റു ഒരു സ്ഫിയറിൻ്റെ, അതായത് ഇൻ്റഗ്രൽ ഓവർ ദി സർഫസ് ആണ്. ഡി എന്ന് പറയുന്നത് സ്മോൾ എന്താണ്, ഏരിയ എലമെന്റ് ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയറിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഗോസിയൻ സർഫസിന്റെ, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗോസിയൻ സർഫസിന്റെ ഏരിയ ആണ്, സർഫസ് ഏരിയ ആണ് കാണുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും 4π സ്മോൾ ആർ സ്ക്വയർ. അപ്പൊ ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. സ്മോൾ ക്യൂ ആണ്, ക്യൂ എൻക്ലോസ്ഡ് എന്താണ്, ടി സ്മോൾ ക്യൂ, ദെൻ 1/ε0 ക്യൂ. ഇനി നമ്മൾ പറഞ്ഞു ഈനെ മാത്രം, ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ള ക്വാണ്ടിറ്റീനെ ഈ സൈഡിലേക്ക് മാറ്റി നോക്കുക. ഇ ഈക്വൽ ടു 4π താഴേക്ക് പോയി, ആർ സ്ക്വയറും താഴേക്ക് പോയി, ദെൻ ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്, ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. അപ്പം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇപ്പം ഇത് നമ്മൾ ഉപയോഗിച്ചത് സ്ഫെറിക്കൽ സിമെട്രി ആണ്. ഇനി ചില കേസിൽ നമുക്ക് സിലിണ്ട്രിക്കൽ സിമെട്രി ഉണ്ടായിരിക്കാം. അപ്പം ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗോസിയൻ സർഫസ് എന്തായിരിക്കണം, കോയാക്സിയൽ സിലിണ്ടർ ആയിരിക്കണം. ഇനി പ്ലെയിൻ സിമെട്രി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസിയൻ പിൽ ബോക്സ് ആണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്, പിൽ ബോക്സ് ആയിട്ടാണ് നമ്മൾ പ്ലെയിൻ സിമെട്രിയുടെ കേസിൽ ഉപയോഗിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, എ ലോങ് സിലിണ്ടർ ക്യാരീസ് എ ചാർജ് ഡെൻസിറ്റി that is proportional to the distance from the axis. ചാർജ് ഡെൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആണ്, ഫോർ സം കോൺസ്റ്റന്റ് k. അപ്പോൾ ഒരു സിലിണ്ടറിന്റെ ചാർജ് ഡെൻസിറ്റി
റോ എന്നുള്ള ക്വാണ്ടിറ്റി എന്തിന് പ്രൊപ്പോർഷനാണ്? ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. ആക്സിസിൽ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ എസ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിനപ്പോൾ എന്ത് സിമെട്രി ഉണ്ട്? സിലിണ്ട്രിക്കൽ സിമെട്രി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു? ഒരു ഗോസിയൻ സർഫസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് നേരത്തെ കേസിൽ നമ്മളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ഫിയറിന്റെ ചാർജ് ക്യൂ ആയിട്ട് തന്നു. ഇവിടെ ചാർജ് തന്നിട്ടില്ല, ചാർജ് ഡെൻസിറ്റി മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് കാണണം. ഇന്റഗ്രൽ റോ ഡീറ്റോ ഉപയോഗിച്ചിട്ട് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് കാണണം. അപ്പോൾ ടോട്ടൽ ചാർജ് കാണണമെന്നുണ്ടെങ്കിൽ റോ ഡീറ്റോ എന്നുള്ളതിന് പകരം എന്തുപയോഗിക്കണം? അതായത് സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റിൽ വോളിയം എലമെന്റ്, അതായത് സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള ഡി വി എന്നുള്ള ക്വാണ്ടിറ്റി. അപ്പം അത് മാത്തമാറ്റിക്സിന് കിട്ടുന്നതാണ്. അതായത് ഇവിടെ കെ എസ് ഡാഷ് എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ, കാരണം നമ്മൾ എന്ത് മാറ്റിയിട്ടുണ്ട്? ഇവിടെ എസ് എന്നുള്ള വാരിയബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വാരിയബിളിനെ ചേഞ്ച് ചെയ്തു, എസ് ഡാഷ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇവിടെ റോ എന്നുള്ള ക്വാണ്ടിറ്റി പകരം കെ എസ് ഡാഷ് കൊടുത്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടോ ആണ്. എസ് ഡാഷ്, ഡി എസ് ഡാഷ്, ഡി ഫൈ, ഡി സെഡ്. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ എസ് ചേഞ്ച് ചെയ്യുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? 0 മുതൽ. കാരണം ഇവിടെ എന്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ് കാണുന്നത്. അതായത് അത് ഏതിലാണ്? ഈ എസ് കാണിക്കുന്ന ആ സിലിണ്ടറിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ എസ് വരെയാണ്. 0 ടു എസ് സ്മോൾ എസ് വരെയാണ് എസ് ഡാഷ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെഡ് എന്നുള്ള ക്വാണ്ടിറ്റി ഏതുവരെയാണ് ചേഞ്ച് ചെയ്യുക? ഇതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ലെങ്ത് ഓൾറെഡി ഫിഗറിൽ എടുത്തിരിക്കുന്നത് എൽ ആണ്. അപ്പോൾ എൽ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ. ഇനി അടുത്ത ഫൈ എന്നുള്ള ക്വാണ്ടിറ്റി 0 ടു 2π. അപ്പോൾ ഫൈയുടെ 2π എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഇതിന് നമ്മൾ ഡി സെഡിനെ ഇൻ്റഗ്രൽ ഡി സെഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എല്ലും 2π എല്ലും കെ എന്നുള്ള ക്വാണ്ടിറ്റി ഔട്ട് സൈഡിലേക്ക് വന്നു. ബാക്കി ഇവിടെ ഒരു എസ് ഡാഷ്, ഇവിടെ ഒരു എസ് ഡാഷ്, എസ് ഡാഷ് സ്ക്വയർ ആയി ഡി എസ് ഡാഷ്. എസ് ഡാഷ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എസ് ഡാഷ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അതിൽ എസ് ഡാഷിന് പകരം അപ്പർ ലിമിറ്റ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സിംപ്ലിഫൈ ചെയ്താൽ 2/3 പൈ കെ എൽ എസ് ക്യൂബ് കിട്ടും. ഇത് എന്ത് മാത്രമാണ്? ക്യൂ എൻക്ലോസ്ഡ്. ഇനി ക്യൂ എൻക്ലോസ്ഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്ത് തന്നെയായിരിക്കും? സർഫസ് എങ്ങനെയായിരിക്കും? ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഇ ഡി എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഈനെ ഔട്ട് സൈഡിലേക്ക് മാറ്റി. കാരണം കോൺസ്റ്റന്റ് ആവുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഗോസിയൻ സർഫസ് എടുക്കുമ്പോഴുള്ള നമ്മൾ പറഞ്ഞിരുന്നു സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് ഒരേ രൂപത്തിലാണ്, ഒരേ ഡിസ്റ്റൻസിലാണ് ഗോസിയൻ സർഫസ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ആ സർഫസിൽ, അതായത് കർവ്ഡ് സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് സർഫസ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഈനെ ഔട്ട് സൈഡിലേക്ക് മാറ്റാം. പിന്നെ ഇൻ്റഗ്രൽ ഡി എ എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിന്റെ സർഫസ് ഏരിയ 2π SL ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇ ഇൻറ്റു 2π SL അതെന്തിന് ഈക്വൽ ആണ്? 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
കാരണം സർഫസ് എടുക്കുമ്പോൾ നമ്മൾ ഈ സർഫസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ രണ്ട് സർഫസ്, അതിന് എൻഡിലെ രണ്ട് സർഫസ് എടുത്തില്ല. എന്തായിരിക്കും കാരണം? അവിടെ ഇലക്ട്രിക് ഫീൽഡും ഡി എൻ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഈ cos 90 must be equal to 0 ആയിരിക്കും. അപ്പോൾ ആ രണ്ട് സർഫസിലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0 ആയിരിക്കും. അപ്പം അതുകൊണ്ട് E ഇൻറ്റു 2πSL അത് നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ദെൻ E is equal to 1/3 KS² S cap. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, an infinite plane carries a uniform surface charge sigma. പ്ലെയിൻ സിമെട്രി ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ എടുക്കുക എന്ന് പറഞ്ഞ് എ ഗോസിയൻ പിൽ ബോക്സ്. അപ്പോൾ ഇവിടുത്തെ സർഫസ് ചാർജ് സിഗ്മയാണ്. നമ്മൾ എടുത്തിട്ടുള്ള പിൽ ബോക്സിന്റെ ഏരിയ എ ആണെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് എന്തായിരിക്കും? സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. ഇനി ഇപ്പൊ ഇവിടെ എടുത്തിട്ടുള്ള പ്ലെയിനിലാണ് എന്തുള്ളത്? ചാർജ് ഉള്ളത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ മുകളിലേക്കും ആയിരിക്കും, താഴത്തെ ഭാഗത്ത് നേരെ താഴേക്കും ആയിരിക്കും അല്ലെ? അതായത് ഇവിടെ നിന്ന് അപ്പർ സൈഡിൽ നിന്ന് നേരെ മുകളിലേക്കും ലോവർ സൈഡിൽ നേരെ താഴേക്കും ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, ഈ എന്നുള്ള ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഭാഗത്തും സെയിം ആവുന്നത് കൊണ്ട്, കോൺസ്റ്റന്റ് ആവുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ ഇന്റഗ്രൽ ഡി എ, ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ഇവിടെ ഒരു അപ്പർ സൈഡിൽ ഒരു എ എന്നുള്ള ഏരിയ ഉണ്ട്, ഡൗൺ സൈഡിൽ ലോവർ സൈഡിൽ ഒരു എ എന്നുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ 2a ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു 1/ε0 സിഗ്മ എ. രണ്ട് സൈഡിലുള്ള എ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ക്യാപിറ്റൽ ഇ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 n ക്യാപ്. അടുത്തത് ദി കേൾ ഓഫ് ഇ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ, ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. E is equal to 1/4πε0 Q by R square R cap. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിന്റെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഒരു എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റ് വരെയുള്ള ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്കറിയാം ഇ എന്നുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫോഴ്സ്
പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം നമ്മൾ ഫോഴ്സിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഒന്ന് ആലോചിച്ച് നോക്കാം. എഫ് ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡി ആർ. ആക്ച്വലി അതെന്താണ്? വർക്ക് ഡൺ ആണ്. അപ്പം അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. പിന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഡി എൽ എന്നുള്ള ലൈൻ എലമെൻറ്റ് ഡി ആർ ആർ, ആർ ഡി തീറ്റ, തീറ്റ ക്യാപ്, ആർ സൈൻ തീറ്റ, ഡി ഫൈ, ഫൈ ക്യാപ്. അപ്പോൾ ഇവിടെ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി എൽ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? കാരണം ഇവിടെ ആർ ക്യാപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്ത് ചെയ്യുന്നു? ഈ എന്നുള്ള ഭാഗത്തെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ക്വാണ്ടിറ്റി ഇ ഈക്വൽ ടു 1/4πε0 Q/r², ആർ ക്യാപ്പ് ആണ്. ഡി എൽ എന്നുള്ളത് ഈ ലൈൻ എലമെന്റ് ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിൽ ആർ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ട്, തീറ്റ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ട്, ഫൈ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ട്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റും ഇതും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഈ ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ആർ ക്യാപ്പും ഫൈ ക്യാപ്പും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഐ പെർപെൻഡിക്കുലർ ടു ജെ ആണ്, ഐ പെർപെൻഡിക്കുലർ ടു കെ പറയുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ക്വാണ്ടിറ്റികൾ എന്ത് സംഭവിക്കും? ആർ ക്യാപ്പ് എന്നുള്ള ക്വാണ്ടിറ്റി ഡോട്ട് ചെയ്യുന്ന സമയത്ത് 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇ ഡോട്ട് ഡി എൽ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 Q/r² dr എന്നുള്ള ക്വാണ്ടിറ്റി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിന് ഇൻ്റഗ്രൽ എ ടു ബി. ഓക്കെ, 1/4πε0നെ ഔട്ട് സൈഡ് എടുത്തു, ക്യൂനെ ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ 1/r² dr. 1/r² dr ചെയ്യുമ്പോൾ -1/r ആയിരിക്കും. -1/r ആർ എ ടു ആർ ബി. എ ടു ബി എന്നുള്ളതാണ് ആ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആർ എ ടു ആർ ബി. ദെൻ 1/4πε0 Q/RA മൈനസ് Q/RB. ഇനി നമുക്കറിയാം ദി ഇൻ്റഗ്രൽ അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്ത് ആർ എ ഈസ് ഈക്വൽ ടു ആർ ബി ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രലിന് പകരം ലൈൻ ഇൻ്റഗ്രൽ എ ടു ബിക്ക് പകരം നമ്മൾ എന്തെടുത്തു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താണ്? ആർ എ ഈസ് ഈക്വൽ ടു ആർ ബി ആണ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്നു. സ്റ്റോക്സ് തിയറം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലൈൻ ഇൻ്റഗ്രലിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? സർഫസ് ഇൻ്റഗ്രൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടുക സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡി എ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഡെൽ ക്രോസ് ഇ, കാരണം ഡി എ എന്നുള്ള ക്വാണ്ടിറ്റി 0 അല്ല, അതുകൊണ്ട് ഡെൽ ക്രോസ് ഇ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി കുറേ ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ മസ്റ്റ് ബി ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് എക്സെട്ര ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഡെൽ ക്രോസ് ഇ എന്നുള്ള ക്വാണ്ടിറ്റി ഡെൽ ക്രോസ് ഓഫ് E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര. അപ്പോൾ എന്ത് തന്നെയായിരിക്കണം? ഡെൽ ക്രോസ് E1 പ്ലസ് ഡെൽ ക്രോസ് E2 പ്ലസ് ഡെൽ ക്രോസ് E3 പ്ലസ് എക്സെട്ര മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ അത് 0 ആവണമെന്നുണ്ടെങ്കിൽ each quantity must be equal to, each term must be equal to 0. Then generally we can say that del cross E must be equal to 0 for any static charge distribution.
ഇതിൽ തിയറി ഭാഗം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾ എക്സാം പർപ്പസിനും അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ പോയിന്റ് കറക്റ്റ് ആയിട്ടുണ്ടാവും. കൂടുതൽ എഴുതേണ്ടി വരില്ല. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ, ഗ്രിഫിത്ത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൽ ചെയ്യാം. ഓക്കെ.